ഇന്ന് അനേകരും ഏതെങ്കിലും ബാഹ്യ സമ്മർദ്ദം കൊണ്ടാണ് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് എന്ന് പറയുന്നത്. ചിലർ ഉപജീവനമാർഗമായും മറ്റു ചിലർ മറ്റുള്ളവരുടെ നിർബന്ധം കൊണ്ടും അങ്ങനെ അനേകം കാര്യങ്ങൾ. അങ്ങനെ ചെയ്യുന്നതിനെ ദൈവം ഒരിക്കലും മാനിക്കില്ല. ഒന്നാമത് നാം അവനെ സ്നേഹിക്കണം. അതിനുശേഷം നാം ചെയ്യുന്നതൊക്കെ സ്നേഹപ്രയത്നമായിരിക്കും. ജീവസന്ദേശത്തിൻ്റെ തെസ്സലോനിക്ക ലേഖന പഠനത്തിലേക്ക് സ്വാഗതം. മറ്റുള്ളവർക്ക് മാതൃകയാക്കുവാൻ കഴിയുന്ന നിലവാരത്തിലേക്കാണ് വളരെ പെട്ടെന്ന് തെസ്സലോനിക്കയിലുള്ള ജനം ഉയർത്തപ്പെട്ടത്. അവരെ ഓർത്ത് ഇടപെടാതെ ദൈവത്തെ സ്തുതിക്കുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പൗലോസിന് ഇത് കാരണമായി തീർന്നു. ക്രിസ്തീയ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കുള്ള പ്രാധാന്യം പൗലോസിൻ്റെ എല്ലാ ലേഖനങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ അധ്വാനവും പ്രാർത്ഥനയും ഒരുപോലെ പ്രാധാന്യമുള്ളതാകുന്നുവെന്ന് ക്രിസ്തു തന്നെ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. 1 തെസ്സലോനിക്കർ 1-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ ഇന്ന് നമുക്ക് ചിന്തിക്കാം. ഈ ചെറിയ ആയുസ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞതാണ്. ഒന്ന് ഒരു വിധത്തിൽ ഒതുക്കുമ്പോൾ മറ്റൊന്ന് കയറി വരും. എങ്ങും ഒരു എത്തും പിടിയും കിട്ടാത്തതുപോലെയാണ് കാര്യങ്ങൾ പലർക്കും പലപ്പോഴും. എന്നാൽ ഒരു ദൈവ പൈതലിന് ഒരു മഹത്തായ പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് മാത്രമല്ല, നമ്മെ അത് ശുദ്ധീകരിക്കുകയും ചെയ്യും. ഈ വലിയ സത്യമാകുന്നു വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയിട്ടുള്ള ലേഖനങ്ങളിൽ വിവരിക്കുന്നത്. നാം ഈ ലേഖനങ്ങളുടെ മുഖവുരയും ആദ്യത്തെ അധ്യായത്തിൽ നിന്ന് ഒരു വാക്യവും ചിന്തിച്ചു കഴിഞ്ഞു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ ക്രിസ്തു മധ്യാകാശത്തിൽ വരുന്നതിനെക്കുറിച്ചും സഭ അവനെ എതിരേൽക്കുവാൻ അവിടെ കൂടുന്നതിനെക്കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത്. 2-ാം ലേഖനത്തിൽ ക്രിസ്തു തൻ്റെ രാജ്യം സ്ഥാപിക്കുവാനായി ഭൂമിയിലേക്ക് വരുന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഞാൻ 1 തെസ്സലോനിക്കർ 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ഇനിയും വായിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വേലയും സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടവിടാതെ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ സന്നിധിയിൽ ഓർത്ത്. ഞാൻ സാധാരണ വായിക്കാറുള്ള തർജ്ജിമയിൽ 3 വാക്യങ്ങൾ കഴിഞ്ഞാണ് ഒരു പൂർണ്ണവിരാമം, അതായത് ഒരു ഫുൾ സ്റ്റോപ്പ് ഉള്ളത്. എന്നാൽ ഓരോ വാക്യവും പ്രത്യേകം വായിക്കുന്നതാണ് അർത്ഥം മനസ്സിലാക്കുവാൻ കൂടുതൽ സഹായകരമാകുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു തർജ്ജിമയിൽ നിന്നും വായിക്കട്ടെ. അതിപ്രകാരമാണ്: നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ദൈവത്തോട് എപ്പോഴും സ്തോത്രം ചെയ്തുകൊണ്ട് നിങ്ങളെ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിരന്തരം ഓർക്കുന്നു. ഇനി 3-ാം വാക്യം: നമ്മുടെ ദൈവവും പിതാവുമായ അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ വിശ്വാസം പ്രകടമാക്കുന്ന പ്രവൃത്തിയും സ്നേഹപ്രേരിതമായ പ്രയത്നവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള പ്രത്യാശയുടെ ഉറപ്പും ഞങ്ങൾ ഓർക്കുന്നു. വിശുദ്ധ പൗലോസ് താൻ സ്ഥാപിച്ച എല്ലാ സഭകൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കുമായിരുന്നു. പൗലോസിൻ്റെ പ്രാർത്ഥനാ ലിസ്റ്റ് വളരെ വലിയ ഒന്നായിരുന്നു. ആ ലിസ്റ്റിൽ പൗലോസ് ഉൾപ്പെടുത്തിയിരുന്നത് ആരൊക്കെ ആയിരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുന്നത് വളരെ രസകരമായൊരു പഠനം തന്നെ ആയിരിക്കും. ഒന്ന് ശ്രമിച്ചു നോക്കുമോ? പൗലോസ് എത്ര വ്യക്തികളെ ഓർത്തും എത്ര സഭകളെ ഓർത്തും എത്ര കൂട്ടങ്ങളെ ഓർത്തും പ്രാർത്ഥിച്ചിരുന്നു എന്ന് കാണുന്നത് നമ്മെ വാസ്തവത്തിൽ ആശ്ചര്യഭരിതരാക്കും. ഇവിടെ പൗലോസ് പറയുന്നു, ഞങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന്. അനേക കാര്യങ്ങൾ ഓർത്ത് പൗലോസ് ഈ സഭയ്ക്ക് വേണ്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യാറുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ സഭ ഒരു മാതൃകയുള്ള സഭയായിരുന്നു എന്നുള്ളതത്രേ. മറ്റുള്ള സഭകൾക്ക് അനുകരിക്കുവാൻ കൊള്ളാകുന്ന ഒരു സഭ.
തിരുവചനത്തിലെ തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു വാക്യമാണ് അടുത്തത്. പൗലോസിൻ്റെ എഴുത്തുകളിൽ കാണുന്ന ഒരു പ്രത്യേക വിധമാകുന്നു ഇത്. ഞാനിത് ഒരു പ്രാവശ്യം വായിച്ചതാണ്. 3-ാം വാക്യം. ഇവിടെ 3 കാര്യങ്ങൾ ഊന്നി പറയുന്നുണ്ട്. 3-ാം വാക്യം, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വേലയും സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടവിടാതെ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ സന്നിധിയിൽ ഓർത്ത്. 1-ാമത്തെ കാര്യം നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വേല. 2 സ്നേഹപ്രയത്നം. 3 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരത. ഇത് വളരെയേറെ അർത്ഥവ്യാപ്തിയുള്ളതും തിരുവചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ വാക്യങ്ങളിലൊന്നത്രേ. 3 ക്രിസ്തീയ കൃപകളെ പൗലോസ് ഇവിടെ ചേർത്ത് സംസാരിക്കുന്നു: വിശ്വാസം, സ്നേഹം, പ്രത്യാശ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ പൗലോസ് അത് കൂടുതൽ വ്യക്തമായി സംസാരിച്ചത് നമുക്കറിയാം. 1 കൊരിന്ത്യർ 13:13 അവിടെ പറയുന്നു, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ 3 നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. നിങ്ങൾക്കറിയാമോ, പ്രപഞ്ചം ഒരു തൃത്വമായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? താങ്കളും ഞാനും ജീവിക്കുന്ന ഒരു ഭൗതിക പ്രപഞ്ചത്തിലാണല്ലോ. അത് സമയം, സ്ഥലം, പദാർത്ഥം എന്നിങ്ങനെ തിരിക്കാവുന്നതാണ്. ഇനി സമയത്തെ 3ആയി തിരിക്കുന്നു: ഭൂതം, വർത്തമാനം, ഭാവി. സ്ഥലത്തെ 3ആയി തിരിക്കുന്നു: നീളം, വീതി, ഉയരം. താങ്കളും ഞാനും ജീവിക്കുന്ന ഈ പ്രപഞ്ചം തൃത്വത്തിൻ്റെ ഒരു അടയാളം വഹിക്കുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ദൈവവചനവും അതുതന്നെ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ സംഗതി. മനുഷ്യനെ തൃത്വമായിട്ടാണ് പൗലോസ് സംസാരിക്കുന്നത്. ഈ ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നു, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ എന്ന്. മനുഷ്യനൊരു തൃത്വമാകുന്നു എന്നാണ് ഈ വാക്യം നമ്മോട് പറയുന്നത്. ദേഹം, ദേഹി, ആത്മാവ്. ഈ 3 എന്നുള്ള സംഖ്യയുടെ പ്രാധാന്യം കാണിക്കുന്ന അനേകം ഉദാഹരണങ്ങൾ തിരുവചനത്തിലുണ്ട്. ഉദാഹരണത്തിന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആദാമിൻ്റെ 3 പുത്രന്മാരുടെ പേരുകൾ മാത്രമേ നൽകിയിട്ടുള്ളൂ എന്ന്. ആദാമിനും ഹവ്വായിക്കും 3-ലധികം പുത്രന്മാരുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർക്ക് 100-ഓ അതിലധികമോ മക്കൾ ഉണ്ടായിരുന്നിരിക്കാം. അവരാണല്ലോ മനുഷ്യവർഗം ആരംഭിച്ചത്. എന്നാൽ 3 പുത്രന്മാരുടെ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ: കായീൻ, ഹാബേൽ, ശേത്ത്. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭാഗത്ത് പൗലോസ് ക്രിസ്തീയ ജീവിതത്തിലെ 3 കൃപകളെക്കുറിച്ച് പറയുന്നു. കഴിഞ്ഞു പോയത് അല്ലെങ്കിൽ ഭൂതകാലം വിശ്വാസത്തിൻ്റെ പ്രവർത്തനമാകുന്നു. വർത്തമാനകാലം സ്നേഹത്തിൻ്റെ ഒരു പ്രയത്നമാകുന്നു. ഭാവി പ്രത്യാശയുടെ സ്ഥിരതയാകുന്നു. അതത്രേ ഒരു ക്രിസ്തു വിശ്വാസിയുടെ ആത്മകഥ. ക്രിസ്തീയ ജീവിതത്തിൻ്റെ സ്ഥിരമായ നിത്യമായ അവസ്ഥ അതാണ്: വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇവ അമൂർത്ത നാമങ്ങളാണ്. അവ അങ്ങ് ഉയരത്തിലാണെന്ന് തോന്നും, എന്നാൽ നാം ഇങ്ങ് താഴെയാകുന്നു. കാലാന്തരത്തിൽ നിന്നും സിദ്ധാന്തത്തിൽ നിന്നും നമുക്കവയെ എങ്ങനെ താഴെ ഈ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് കിട്ടും എന്നതാണ് വിഷയം. നമുക്കവയെ എങ്ങനെ ദൈനംദിന ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളാക്കാം. ഈ വാക്കുകളെ നമുക്ക് എങ്ങനെ ഇന്ദ്രിയഗോചരമാക്കാം? അത് ശൂന്യാകാശത്തിൽ അങ്ങനെ നിന്നതുകൊണ്ട് നമുക്ക് എന്താ വിശേഷം? അവ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാകണം. ഇന്ന് അനേകർക്കും ഈ വാക്കുകൾ ഉരുവിടുവാൻ വേണ്ടി മാത്രമുള്ളതാണ്, അതിനപ്പുറത്തോട്ടൊന്നുമില്ല. വിശുദ്ധ പൗലോസ് ഈ 3 പദങ്ങൾ എവിടെ നിന്നോ എടുത്ത് ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നു. അവൻ അവയ്ക്ക് മാംസം പിടിപ്പിക്കുന്നു. അവയെ നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്തത് എന്തോ ആക്കുന്നു. അവനത് ഇവിടെ ചെയ്തിരിക്കുന്ന വിധം ഒന്ന് ശ്രദ്ധിക്കൂ: വിശ്വാസത്തിൻ്റെ വേല, സ്നേഹപ്രയത്നം, പ്രത്യാശയുടെ സ്ഥിരത. ഈ 3 പടികൾ വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കയിലെ വിശ്വാസികളുടെ ജീവിതത്തിൽ എടുത്തു പറയുകയാണ്. അവർക്കതുണ്ടായിരുന്നു എന്ന് പറയുകയാണ്.
പൗലോസ് പറയുന്നത് നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നുള്ളതാണ് വിശ്വാസത്തിൻ്റെ പ്രവർത്തനം. ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുന്നതാണ് സ്നേഹപ്രയത്നം. യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുന്നതാണ് വിശ്വാസത്തിൻ്റെ സ്ഥിരത. വിശ്വാസത്തിൻ്റെ വേല അതാണ്. ഇത് വിചിത്രമായൊരു പ്രയോഗം തന്നെയാണ് അല്ലേ, വിശ്വാസത്തിൻ്റെ വേല. കാരണം എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8ഉം 9ഉം വാക്യങ്ങളിൽ പൗലോസ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്ന, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. എന്നിട്ടും ഇവിടെ അതിനെ വിശ്വാസത്തിൻ്റെ വേല എന്നാണ് പൗലോസ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ പൗലോസും യാക്കോബും തമ്മിൽ ഏതെങ്കിലും വിധത്തിലൊരു അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നോ? ഇല്ല. ഇവിടെ പൗലോസ് അത് വ്യക്തമാക്കുന്നുണ്ട്. യാക്കോബ് എഴുതിയത്, യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ യാക്കോബ് പറയുകയാണ്, എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുണ്ട് എന്ന് പറയുമായിരിക്കും. നിൻ്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എൻ്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം. അതത്ര വിശ്വാസത്തിൻ്റെ വേല. വിശ്വാസം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന വിധമാകുന്നു നാം ഇവിടെ കാണുന്നത്. ചില ആളുകൾ പറയുന്നത് പോലെ യാക്കോബിൻ്റെ എഴുത്തുകളും പൗലോസിൻ്റെ എഴുത്തുകളും തമ്മിൽ ഒരു വിധത്തിലും വിപരീതമല്ല. കാരണം അവർ രണ്ടുപേരും ഒരേ വിഷയത്തെക്കുറിച്ചാണ് എഴുതുന്നത്. വിശ്വാസം എന്നത് ദൈവവചനത്തോടുള്ള നമ്മുടെ ആത്മാവിൻ്റെ പ്രതികരണമാകുന്നു. ഒരു വ്യക്തി ദൈവവചനത്തോട് പ്രതികരിക്കുമ്പോൾ ആ വ്യക്തി വിശ്വാസത്താൽ നടക്കുവാൻ ആരംഭിക്കും. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നത്, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവും ഇതേ കാര്യം പറഞ്ഞു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 28ഉം 29ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അവർ അവനോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ എന്നുത്തരം പറഞ്ഞു. നിങ്ങളുടെ പ്രവൃത്തികളാൽ നിങ്ങൾക്ക് ദൈവസന്നിധിയിലേക്ക് വരാമെന്ന് അവൻ പറഞ്ഞില്ല. എന്നാൽ താങ്കൾ വിശ്വാസത്താൽ ദൈവത്തിങ്കിലേക്ക് വരേണം എന്നത്രേ അവൻ പറയുന്നത്. അങ്ങനെ ജീവനുള്ള ഒരു വിശ്വാസം അതിനെ വെളിപ്പെടുത്തും. അത് ജീവനുള്ള ഒരു വ്യക്തിയിലാണല്ലോ വെളിപ്പെടുത്തുന്നത്. ശിഷ്യന്മാരുടെ ജീവിതത്തിലെ ഇതിനുള്ള നല്ലൊരു ഉദാഹരണം ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 4ഉം 5ഉം വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കർത്താവ് ശിമോൻ പത്രോസിനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന്. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ. അതിന് ശിമോൻ പത്രോസ്, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. അത് വാസ്തവം പറയുന്നതാണ് അല്ലേ, സത്യം തുറന്നു പറയുകയാണ്. ഞങ്ങൾ രാത്രി മുഴുവൻ വല വീശി ഒന്നും കിട്ടിയില്ല. ഞങ്ങൾക്ക് ഈ കടൽ നല്ലതുപോലെ അറിയാം. വീണ്ടും പോയി വീശുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ ശിമോൻ പത്രോസ് എന്താണ് ചേർത്ത് പറഞ്ഞത് എന്ന് ശ്രദ്ധിച്ചേ. എങ്കിലും നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്നുത്തരം പറഞ്ഞു. അവൻ പറയുന്നത് താൻ വീണ്ടും പോയി വല വീശാം എന്ന്. പ്രിയ സുഹൃത്തെ, അതത്ര വിശ്വാസത്തിൻ്റെ വേല. ക്രിസ്തു വിശ്വാസികളായ ഓരോരുത്തരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, വിശ്വാസത്തിൻ്റെ വേല എന്നാൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം എല്ലാം ചെയ്യുന്നു എന്നതത്രേ. മനസ്സിലായോ? എന്താണ് ദൈവത്തിൻ്റെ വേല? അത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതാണ്. അങ്ങനെയാണല്ലോ യേശുക്രിസ്തു അതിനെക്കുറിച്ച് പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ. ദൈവവചനം പറയുന്നത്, നിങ്ങൾ പ്രവർത്തിക്കുമെങ്കിൽ നിങ്ങളുടെ വിശ്വാസം ലോകത്തിന് വെളിവാകും. ഇതത്ര വിശ്വാസത്തിൻ്റെ വേല. കായീൻ്റെയും ഹാബേലിൻ്റെയും ജീവിതത്തിൽ ഇതേ കാര്യം നമുക്ക് ഉദാഹരണമായി കാണുവാൻ സാധിക്കും. എന്തായിരുന്നു കായീൻ്റെ പ്രശ്നം? അവൻ സ്വഭാവത്താൽ ഒരു പാപിയായിരുന്നു. തൻ്റെ തെരഞ്ഞെടുപ്പിനാലും പ്രവർത്തനത്താലും അവൻ പാപിയായിരുന്നു. നാം വായിക്കുന്നത്, വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായീൻ്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു എന്ന്. അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു.
മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എങ്ങനെ? ഒരു നല്ല ഒന്നാന്തരം സൺഡേ സ്കൂൾ കുട്ടിയായിട്ടാണോ അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? ഒരിക്കലുമല്ല. അവനും കായിനെ പോലെ തന്നെ ഒരു പാപിയായിരുന്നിട്ടും ഹാബേൽ ദൈവവചനത്തോട് വേണ്ടും വണ്ണം പ്രതികരിച്ചു. അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. അവൻ ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ അവൻ രക്ഷപ്പെട്ടു. തൻ്റെ ആ വിശ്വാസം ശരിയായ വഴിപാട് കൊണ്ടുവരുന്നതിലൂടെ അവൻ വെളിപ്പെടുത്തി. വിശ്വാസം എന്നത് ഒരു വിശ്വാസിയും ദൈവവും തമ്മിലുള്ള ബന്ധമാകും. അത് ദൈവവചനം താങ്കളുടെ ഹൃദയത്തോട് അറിയിക്കുന്നു, താങ്കൾ അതിനോട് പ്രതികരിക്കുന്നു. അതത്ര മാനസാന്തരം. ഈ മാനസാന്തരം എന്നാൽ ദൈവത്തെ വിശ്വസിക്കുക എന്നതത്രേ, അല്ലേ? ദൈവത്തെ ആശ്രയിക്കുക. ഈ തെസ്സലോനിക്കർ ബിംബങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു എന്ന് പൗലോസ് പറയുന്നു. പൗലോസ് തെസ്സലോനിക്കയിൽ ചെന്ന് നിങ്ങൾ വിഗ്രഹങ്ങളെ നമസ്കരിക്കുന്നത് ശരിയായ പ്രവൃത്തിയാകുന്നു എന്ന് ഞാൻ കരുതുന്നില്ല, അത് വളരെ മോശപ്പെട്ട ഒരു പ്രവൃത്തിയാകുന്നു, അതിൽ തുടർന്നാൽ ഉണ്ടാകാവുന്ന 5 ഭവിഷ്യത്തുകളെക്കുറിച്ച് ഞാൻ ഇന്ന് പ്രസംഗിക്കാം എന്നൊന്നും പൗലോസ് പറഞ്ഞില്ല. അവൻ അവിടെ ചെന്നപ്പോൾ അവൻ ക്രിസ്തുവിനെ പ്രസംഗിച്ചു. അന്യദൈവങ്ങളെ ആരാധിക്കുന്ന ആരാധന ഈ ആളുകൾക്ക് അറുപ്പുളവാക്കുന്നതായിരുന്നില്ല. എന്നാൽ പൗലോസ് ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നത് അവർ കേട്ടപ്പോൾ അവർ ദൈവത്തിൽ വിശ്വസിച്ചു. അവർ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. അവർ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞപ്പോൾ അവർ അന്യദൈവങ്ങളിൽ നിന്നും സ്വാഭാവികമായി തന്നെ തിരിഞ്ഞു. ഈ കാലിന് സ്വാധീനം ഇല്ലാതിരുന്ന ഒരു വ്യക്തി ഈ ഊന്നുകാൽ ഉപയോഗിച്ച് നടക്കുമായിരുന്നു. എന്നാൽ തൻ്റെ കാലിന് പൂർണ്ണ സൗഖ്യം പ്രാപിച്ചതിന് ശേഷവും ഈ ഊന്നുകാൽ ഉപയോഗിക്കുകയോ ആ ഊന്നുകാൽ സൂക്ഷിച്ചു വെക്കുകയോ ചെയ്താൽ അതെന്ത് മണ്ടത്തരമാണ്! അതിൻ്റെ ആവശ്യം ഇനിയുമില്ല എന്ന് ആരും പ്രസംഗിച്ച് കേട്ടിട്ടില്ല. അയാൾ അതെടുത്ത് ദൂരെ എറിഞ്ഞു കളയുന്നത് തനിക്ക് സൗഖ്യം അനുഭവിക്കുവാൻ കഴിഞ്ഞതിനാലാണ്. അയാൾ പിന്നീട് അത് വെച്ചുകൊണ്ടിരിക്കുകയില്ല. ആരും അയാളെ ആ കാര്യത്തിൽ ഗുണദോഷിക്കേണ്ട യാതൊരു കാര്യവുമില്ല. സാധാരണ ആളുകൾ എന്നോട് പറയാറുണ്ട്, ഞാൻ പ്രസംഗിച്ച പ്രസംഗത്താൽ അവരെ മാനസാന്തരപ്പെടുത്തിയെന്ന്. ഞാൻ ആരെയും മാനസാന്തരപ്പെടുത്തിയിട്ടില്ല, ഇന്നേ വരെ മാനസാന്തരപ്പെടുത്തിയിട്ടില്ല. അത് ചെയ്യുവാൻ എന്നെക്കൊണ്ട് കഴിയുകയുമില്ല എന്ന് ഞാൻ പറയട്ടെ. ഞാൻ ആകെ ചെയ്യുന്നത് ദൈവവചനം പഠിപ്പിക്കുകയാണ്. താങ്കൾ ദൈവവചനം വിശ്വസിച്ചു, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രവർത്തനം ചെയ്തു. അത് വളരെ അത്ഭുതകരമായ കാര്യം തന്നെയാണ്. തെസ്സലോനിക്കയിലെ ദൈവമക്കളുടെ വിശ്വാസത്തിൻ്റെ വേല മാത്രമല്ല, സ്നേഹപ്രയത്നവും പൗലോസ് ഇടവിടാതെ ഓർത്തിരുന്നു. എന്താണ് ഈ സ്നേഹപ്രയത്നം? ദൈവം സ്നേഹത്താൽ അല്ല രക്ഷിക്കുന്നത് എന്ന് നമുക്കറിയാം. അവൻ കൃപയാലാണ് രക്ഷിക്കുന്നത്. അത് സ്നേഹം പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നതാണ്. പ്രയത്നവും സ്നേഹവും തമ്മിൽ ചേരും എന്ന് തോന്നുന്നില്ല, ഇല്ലേ? എന്നാൽ സ്നേഹം പ്രയത്നിക്കും എന്ന് മറക്കരുത്. അങ്ങനെ വരുമ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടേറിയ പണി ആയി തോന്നുകയില്ല. ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു കൊച്ചു പെൺകുട്ടി ഒത്തിരി വണ്ണമുള്ള ഒരു കുട്ടിയെയും എടുത്തുകൊണ്ടിങ്ങനെ വളരെ ഭാരപ്പെട്ട് നടക്കുന്നത് കണ്ട് ഒരാൾ ചോദിച്ചു, മോളെ, നിനക്ക് ആ കുട്ടിയെ എടുക്കാമോ? നിനക്ക് വലിയ പ്രയാസമില്ലേ? അതിനവൾ പറഞ്ഞ മറുപടി, ഓ, പ്രയാസമൊന്നുമില്ല, ഇത് എൻ്റെ കുഞ്ഞാങ്ങളെയാകുന്നു എന്ന്, അവളുടെ ഇളയ സഹോദരനാകുന്നു എന്ന്. സ്നേഹമത്രേ ആ ഭാരം കുറച്ചു കൊടുത്തതെന്ന് ഓർക്കണം. പ്രയത്നം, അതെ, സ്നേഹപ്രയത്നമാകുമ്പോൾ ബുദ്ധിമുട്ടായി തോന്നുകയില്ല. ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുമെന്ന്. ഇത് പറഞ്ഞപ്പോൾ അവൻ ഈ വലിയ സത്യം വ്യക്തമാക്കിയിരുന്നു. താങ്കൾ അവനെ സ്നേഹിക്കുന്നില്ല എങ്കിൽ അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നത് വലിയ ഭാരമായിരിക്കും, ഒരു തലവേദനയായിരിക്കും. സ്നേഹമില്ലാതെ അതിനായി ശ്രമിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഞാനങ്ങ് പറയുകയാണ്. ലോകപ്രകാരം പോലും ആ മനോഭാവം ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാക്കൂ. നമ്മുടെ നാട്ടിൽ എത്ര പേർ വളരെ താല്പര്യത്തോടെ തങ്ങളുടെ ജോലിക്ക് പോകും എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ.
ആരെയും കുറ്റപ്പെടുത്തുകയല്ല. 100-ൽ 99 പേര് നിവർത്തി കെട്ടിട്ടാണ് ജോലിക്ക് പോകുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ദിവസം അവധി കിട്ടുമ്പോൾ എന്തോ സന്തോഷമാണെന്നറിയാം. അതുകൊണ്ട് തന്നെ കള്ളം പറഞ്ഞുള്ള ഈ സിക്ക് ലീവ് മുഴുവനും എടുക്കും. ജോലി ഇല്ലെങ്കിലും ദുഃഖം, ജോലി ഉണ്ടെങ്കിലും ദുഃഖം. കിട്ടുന്ന ശമ്പളത്തിൽ മാത്രമേ പലർക്കും സന്തോഷമുള്ളൂ. പരാതിപ്പെടാതെ എൻ്റേതെന്ന് കരുതി ജോലി ചെയ്യുന്ന എത്ര പേരുണ്ട് സുഹൃത്തേ. അനേകരും രോഗികളാകുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. താങ്കൾക്ക് ചെയ്യുവാൻ ഇഷ്ടമുള്ളത് ചെയ്യുന്നത് എത്ര രസകരമാകുന്നെന്നറിയാമോ? അപ്പോൾ അതൊരു സ്നേഹപ്രയത്നമാകും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് താങ്കൾക്കൊരു വലിയ ഭാരമായി തോന്നുന്നു എങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് കർത്താവായ യേശു താങ്കളോട് പറയും, സ്നേഹിത, അത് വിട്ടുകളയുക. അത് നിങ്ങൾ ചെയ്യണമെന്നില്ല. ബുദ്ധിമുട്ടി ചെയ്യണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. പ്രവൃത്തി പ്രയാസമാണ്. എന്നാൽ താങ്കളുടെ മനോഭാവം അതാണ് പ്രധാനപ്പെട്ടത്. താങ്കൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറാകുന്നത് പോലെ വേണം കർത്താവിനോട് ചെയ്യേണ്ടത്. ഈ സ്നേഹമില്ലാതെ ചെയ്യുന്നത് കൊണ്ട് വിശേഷമില്ല എന്ന് കർത്താവ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. തൻ്റെ കൂടെ 3 വർഷത്തിലധികം നടന്നു കഴിഞ്ഞിട്ടും ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നതിന് മുമ്പ് യേശു കർത്താവ് പത്രോസിനോട് ചോദിച്ചത് ഓർക്കുന്നില്ലേ? പത്രോസേ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഒരു ക്രിസ്തു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത ഈ പറഞ്ഞതായിരിക്കണം. കർത്താവിൻ്റെ വേല ചെയ്ത് ക്ഷീണിക്കുന്നത് നല്ല കാര്യം തന്നെ. എന്നാൽ വേലയിൽ ക്ഷീണിക്കുവാൻ പാടില്ല കേട്ടോ. ദൈവത്തോടുള്ള സ്നേഹം അനുസരണത്തിലാണ് പ്രദർശിപ്പിക്കപ്പെടുന്നത്. സമർപ്പണമുള്ള വിശ്വാസി എന്നൊക്കെ പറയുന്നത് ശരിയായ പ്രയോഗമാണോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഏതായാലും അതെന്നെ മുഷിപ്പിക്കുന്ന ഒരു ചിന്തയാണ്. അങ്ങനെ ഒരു അവകാശവാദം ഉണ്ടാകണമെങ്കിൽ അത് വാസ്തവത്തിൽ നിങ്ങൾ തെളിയിക്കണം. താങ്കളുടെ സ്നേഹത്താൽ അത് തെളിയിക്കണം. സ്നേഹം അനുസരണത്താലാണ് വെളിവാകുന്നത്. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കയിലെ വിശ്വാസികളെ അഭിനന്ദിക്കുന്ന 3-ാമത്തെ കാര്യം അവരുടെ പ്രത്യാശയുടെ സ്ഥിരതയാണ്. ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാനായി വിഗ്രഹങ്ങളെ വിട്ട് അവർ ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞതിന് ശേഷം അവർ സ്വർഗത്തിൽ നിന്നും വരുന്ന കർത്താവിൻ്റെ വരവിനു വേണ്ടി കാത്തിരിക്കുവാനും തുടങ്ങി എന്ന് നാം കാണുന്നു. അതത്ര വിശ്വാസത്തിൻ്റെ സ്ഥിരത. ഭാവിയെക്കുറിച്ചുള്ള എന്തെങ്കിലും പ്രത്യാശ കൊണ്ടാണ് ഓരോ മനുഷ്യനും ജീവിക്കുന്നത്. ആ പ്രത്യാശ അതെന്തായിരുന്നാലും അതവനെ നിലനിർത്തും. നൂറ്റാണ്ടുകളിലൂടെ മനുഷ്യൻ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രത്യാശ പോലെ നല്ല ഒരു മരുന്നില്ല എന്ന് ചിന്തകന്മാരും മനഃശാസ്ത്രജ്ഞന്മാരും പറയുന്നു. നല്ല നാളേക്കായി എല്ലാവരും കാത്തിരിക്കുന്നു. പ്രത്യാശയില്ലാത്ത മനുഷ്യരെ പോലെ അരിഷ്ടൻ വേറെ ആരാണ്? ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുന്നതും അവിടുത്തെ പുത്രൻ സ്വർഗത്തിൽ നിന്നും വരുന്നത് കാത്തിരിക്കുന്നതും എത്ര മഹത്തായ മനോഹരമായ ജീവിതമാണ്. അതത്രേ അനുഗ്രഹീത പ്രത്യാശ, മഹത്വകരമായ പ്രത്യാശ. ഇന്ന് ജനലക്ഷങ്ങൾ തങ്ങളുടെ ആശ മുഴുവനും മനുഷ്യരിൽ അർപ്പിക്കുന്നതാണ് നാം കാണുന്നത്. മനുഷ്യർ ലോകത്തിൽ സമാധാനവും സമൃദ്ധിയും കൊണ്ടുവരുമെന്നും സകല പ്രശ്നങ്ങൾക്കും പരിഹാരം വരുത്തുമെന്നും ചിന്തിച്ച് അനേകരും നേതാക്കന്മാരിലും ഗുരുക്കന്മാരിലും ഒക്കെ ആശ വച്ചിരിക്കുകയാണ്. ഈ പറഞ്ഞതൊക്കെ നൽകാമെന്ന് വെറുതെ വാഗ്ദാനവും എല്ലാവരും നൽകുന്നുണ്ട്. വോട്ട് കിട്ടണ്ടായോ? എന്നാൽ ഒരു മനുഷ്യനെ കൊണ്ടും അത് സാധ്യമല്ല എന്നോർക്കണം സുഹൃത്തേ. താങ്കളുടെ പ്രത്യാശ ഈ ലോകത്തിലും ഇവിടെയുള്ള കാര്യങ്ങളിലും ആകുന്നു എങ്കിൽ അതൊക്കെ നിരാശയിൽ മാത്രം അവസാനിക്കും. എന്തെങ്കിലുമൊക്കെ നേടിയാൽ തന്നെ അതെല്ലാം വെള്ളത്തിലെ കുമിളകൾ പോലെ മറയും. മനുഷ്യൻ ഒരു പാപിയായതിനാൽ ദൈവം മനുഷ്യനെ പറുദീസയിൽ നിന്നും പുറത്താക്കി. അതുമുതൽ മനുഷ്യൻ പുറത്ത് ഒരു പറുദീസ ഉണ്ടാക്കുവാനുള്ള തത്രപ്പാടിലാണ്. അനേക വർഷങ്ങൾ സഭ ചിന്തിച്ചിരുന്നത് അത് സ്വർഗരാജ്യം പണിയുകയാകുന്നു എന്നത്രേ. എന്നാൽ സത്യം അതായിരുന്നില്ല. മനുഷ്യൻ എന്നേക്കും പാപത്തിൽ ജീവിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. അതിനായി നമുക്ക് ദൈവത്തിന് നന്ദി കരേറ്റാം. അതേ സുഹൃത്തെ, താങ്കളുടെ പ്രത്യാശ എന്താണ്?
ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലോ മനുഷ്യനുണ്ടാക്കിയിരിക്കുന്ന ഏതെങ്കിലും സംഘടനയിലോ ഏതെങ്കിലും മതത്തിലോ ആകുന്നുവോ താങ്കളുടെ പ്രതീക്ഷ വച്ചിരിക്കുന്നത്? ഈ ലോകത്തിൽ കാണുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊണ്ടുവരുവാൻ ഈ പറഞ്ഞ യാതൊന്നിനും സാധിക്കില്ല എന്ന് ഞാൻ പറയട്ടെ. ഇല്ല, സാധിക്കില്ല. ഒരു മതത്തിനും സാധിക്കില്ല. എന്നെ ഒരു ദോഷൈക ദൃക്കായി പരിഗണിച്ചാലും സാരമില്ല, വാസ്തവം അതാകുന്നു. അങ്ങനെ ഇറങ്ങിയ അനേകരും വലഞ്ഞിട്ടുള്ള ചരിത്രമാണ് നാം എല്ലായിടത്തും കാണുന്നത്. അധികാരസ്ഥാനങ്ങളിൽ കയറിപ്പറ്റുന്നവർ സ്വന്തം കാര്യങ്ങൾ നേടുവാൻ മാത്രം ശ്രമിക്കുന്ന പ്രവണത എങ്ങനെ പ്രശ്നപരിഹാരം കൊണ്ടുവരും? ഒരിക്കലും കൊണ്ടുവരില്ല. ഈ പ്രപഞ്ചത്തിൻ്റെ ചെങ്കോൽ ആ ആണികളാൽ തുളയ്ക്കപ്പെട്ട കരങ്ങളിലാണ്. അവൻ തക്ക സമയത്ത് പ്രവർത്തിക്കുന്നതാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് മാത്രം എനിക്കറിയാം. ആ കാര്യത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ പൗലോസ് വിശ്വാസം, സ്നേഹം, പ്രത്യാശ എന്നീ 3 കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. ക്രിസ്തീയ ജീവിതത്തിലെ 3 കാലങ്ങൾ. വിശ്വാസത്തിൻ്റെ വേല, അത് ക്രൂശിങ്കിലേക്ക് തിരിഞ്ഞു നോക്കി ജീവിതത്തിൽ നല്ല പ്രവൃത്തി പ്രദർശിപ്പിക്കുന്നു, ഉൽപ്പാദിപ്പിക്കുന്നു. സ്നേഹപ്രയത്നം, ഒരു ദൈവപൈതൽ ക്രിസ്തുവിനെ സേവിക്കേണ്ടതിൻ്റെ ഇപ്പോഴത്തെ അടിസ്ഥാനവും പ്രചോദനവും ആവേശവും അതത്രേ. ഒടുവിലായി പ്രത്യാശയുടെ സ്ഥിരത, അത് ഭാവിയിലേക്ക് നോക്കുന്നു. ക്രിസ്തീയ കൃപകളുടെ എത്ര മനോഹരമായൊരു തൃത്വം ഇല്ലേ? ഓരോ വിശ്വാസിയുടെയും ആത്മകഥ ഇതായിരിക്കണം. തെസ്സലോനിക്കയിലെ സഭയുടെ കഥ ഇതായിരുന്നു. താങ്കളുടെ സഭയുടെ ആത്മകഥയും ഇതുതന്നെ ആകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിനായി താങ്കളുടെ പ്രയത്നം ആവശ്യമാണ്, പ്രാർത്ഥന ആവശ്യമാണ്. താങ്കളുടെ സമർപ്പണം എത്ര പ്രധാനപ്പെട്ടതാകുന്നു എന്നറിയാമോ? ആ കാര്യത്തിൽ ഒട്ടും മടി കാണിക്കരുത്. ദൈവകരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ദൈവം നിങ്ങളെ അതിനായിട്ട് സഹായിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിശ്വാസവും സ്നേഹവുമാകുന്നു ക്രിസ്തീയ പ്രവർത്തനങ്ങളുടെ ഊർജ സ്രോതസ്. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നുവെന്ന് വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയിരിക്കുന്നത് ഇവിടെ പ്രസ്താവ്യമാണ്.